നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 14 ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് വീണ്ടും ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായതായി KSEB. ഇന്ന് രാത്രി 7 മണി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്നാണ് അറിയിപ്പ്. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുള്ള മഴക്കുറവും ഉയർന്ന അന്തരീക്ഷ താപനിലയും കാരണം സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനൊപ്പം പവർ എക്സ്ചേഞ്ച് വഴി ലഭിക്കുന്ന വൈദ്യുതിയുടെ അളവിൽ കുറവ് വന്നതും പ്രതിസന്ധി രൂക്ഷമാക്കി. ഇന്നത്തെ വൈദ്യുതി ഉപഭോഗം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് 300 മുതൽ 400 മെഗാവാട്ട് വരെ വർദ്ധിക്കുമെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് വൈകുന്നേരം മുതൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ആലോചിക്കുന്നത്. ഈ മാസം ആദ്യം കേന്ദ്ര പൂളിൽ നിന്നും കൂടുതൽ വൈദ്യുതി ലഭിച്ചതോടെ തുടർച്ചയായ 3 ദിവസത്തെ രാത്രികാല നിയന്ത്രണം ഒഴിവാക്കാൻ KSEBക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് പ്രതീക്ഷിച്ച മഴ ലഭിക്കാതിരുന്നതോടെ സ്ഥിതി വീണ്ടും ഗുരുതരമാവുകയായിരുന്നു. നിലവിൽ സംസ്ഥാനത്തിന്റെ പ്രതിദിന വൈദ്യുതി ആവശ്യകത 86 ദശലക്ഷം യൂണിറ്റിനടുത്തെത്തുമ്പോൾ ആഭ്യന്തര ഉൽപാദനം വെറും 10 ദശലക്ഷം യൂണിറ്റ് മാത്രമാണ്. ഡാമുകളിലെ ജലനിരപ്പ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 1/3 കുറഞ്ഞതിനാൽ ജലവൈദ്യുത ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും പരിമിതമാണ്. ഈ സാഹചര്യത്തിൽ ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമാക്കുക എന്നത് KSEBക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ പ്രവാസി സുഹൃത്തുക്കൾ ആശ്രയിക്കുന്ന പ്രവാസി ക്ഷേമ ബോർഡിന്റെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം ഇപ്പോൾ 3 മാസത്തോളമായി കുടിശ്ശികയായിരിക്കുകയാണ്. നടപ്പ് വർഷമായ 2026 മാർച്ച് മാസം വരെയുള്ള പെൻഷൻ തുക മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് ഒടുവിൽ ലഭിച്ചിരുന്നത്. എന്നാൽ തുടർന്ന് വന്ന ഏപ്രിൽ, മെയ്, ജൂൺ തുടങ്ങിയ മാസങ്ങളിലെ ആനുകൂല്യങ്ങൾ നിലവിൽ പൂർണ്ണമായും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. പ്രവാസികളുടെ ജീവിതത്തിന് ഏറെ തണലാകേണ്ട ഈ പെൻഷൻ തുക അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ പ്രവാസി സംഘടനകളിൽ നിന്നും പ്രവാസി ക്ഷേമ ബോർഡിന്റെ ഗുണഭോക്താക്കളിൽ നിന്നും ഇതിനോടകം തന്നെ സർക്കാരിന് നിരവധി നിവേദനങ്ങളും ആവശ്യങ്ങളും എത്തിക്കഴിഞ്ഞു. ഈ വിഷയത്തിൽ നിലവിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചില നിർദ്ദേശങ്ങളും സജീവമായ ആലോചനകളും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമ ബോർഡിന്റെ പ്രവർത്തനങ്ങളും ആനുകൂല്യ വിതരണവും കൂടുതൽ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായ ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ നടന്ന ചോദ്യോത്തരവേളയിൽ പ്രവാസി ക്ഷേമ ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ കാലോചിതമായ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ശക്തമായ ഉറപ്പ് സർക്കാർ ഔദ്യോഗികമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ദേശീയ മിനിമം വേതന പരിധി രാജ്യവ്യാപകമായി നടപ്പാക്കാനുള്ള നിർണായക നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. 2019 പാർലമെന്റിൽ പാസാക്കിയ വേതന ചട്ടം കോഡ് ഓൺ വേജസ് 2019 നിയമപരമായി പ്രാബല്യത്തിൽ വരുത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വിവിധ സംസ്ഥാന സർക്കാരുകളുമായി ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. അന്തിമ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക കേന്ദ്ര ഉപദേശക സമിതി രൂപീകരിക്കാനും മന്ത്രാലയം ഒരുങ്ങുകയാണ്. നിയമം പാസാക്കി 6 വർഷം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ നടപടികൾ വേഗത്തിലാക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. 1991 മുതൽ രാജ്യം പിന്തുടർന്നു പോന്നിരുന്ന ദേശീയ മിനിമം വേതന പരിധി വെറും ഒരു ഉപദേശക സ്വഭാവമുള്ള സംവിധാനം മാത്രമായിരുന്നതിനാൽ അത് സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്രത്തിന് നിയമപരമായി അധികാരമില്ലായിരുന്നു. ഇതിനു മുൻപ് 2015 ജൂലൈയിലാണ് മിനിമം കൂലി പ്രതിദിനം 160 രൂപയായി നിശ്ചയിച്ചെങ്കിലും ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഈ നിർദ്ദേശം അവഗണിക്കുകയായിരുന്നു പതിവ്. എന്നാൽ പുതിയ വേതന നിയമത്തിലെ 9ാം ചട്ടം പ്രാബല്യത്തിൽ വരുന്നതോടെ കേന്ദ്രം പ്രഖ്യാപിക്കുന്ന ദേശീയ വേതന പരിധിയേക്കാൾ താഴെയായി ഒരു സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശത്തിനും തങ്ങളുടെ മിനിമം വേതനം നിശ്ചയിക്കാൻ നിയമപരമായി സാധിക്കില്ല. അതേസമയം നിലവിൽ കേന്ദ്ര പരിധിയേക്കാൾ ഉയർന്ന വേതനം നൽകുന്ന സംസ്ഥാനങ്ങൾ അത് കുറയ്ക്കേണ്ടിയില്ലെന്നും രാജ്യത്തെ വിവിധ മേഖലകളിലെ ജീവിത ചെലവ് കണക്കിലെടുത്ത് പ്രാദേശികമായി വ്യത്യസ്തത വേറെ പരിധികളിൽ നിശ്ചയിക്കാൻ നിയമം അനുവാദം നൽകുന്നുണ്ടെന്നും ചട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ദേശീയ വേതന പരിധി എന്നാൽ എല്ലാ തൊഴിലാളികൾക്കും ലഭിക്കുന്ന അന്തിമ ശമ്പളമല്ല, മറിച്ച് കേന്ദ്രം നിശ്ചയിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ നിരക്കാണിത്. ഇതിനു മുകളിൽ തൊഴിലാളികളുടെ വൈദഗ്ധ്യം, തൊഴിലിന്റെ സ്വഭാവം, പ്രദേശം എന്നിവ കണക്കിലെടുത്ത് അന്തിമ മിനിമം വേതനം നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് തന്നെയായിരിക്കും. 1948 പഴയ വേതന നിയമം ചില നിർദ്ദിഷ്ട തൊഴിൽ മേഖലകൾക്ക് മാത്രമാണ് പരിരക്ഷ നൽകിയിരുന്നതെങ്കിൽ പുതിയ നിയമം എല്ലാത്തരം ജീവനക്കാർക്കും മിനിമം വേതനത്തിനുള്ള നിയമപരമായ അവകാശം ഉറപ്പാക്കുന്നുണ്ട്. കൂടാതെ ഓരോ 5 വർഷം കൂടുമ്പോഴും മിനിമം വേതനം നിർബന്ധമായും പുതുക്കി നിശ്ചയിക്കണമെന്നും പുതിയ ചട്ടത്തിലുണ്ട്.
നിലവിൽ വളരെ കുറഞ്ഞ മിനിമം വേതനം നിലനിൽക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾക്കായിരിക്കും ഈ നിയമം വഴി ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുക. പുതിയ കേന്ദ്ര മാനദണ്ഡം പാലിക്കുന്നതിനായി ഈ സംസ്ഥാനങ്ങൾക്ക് തങ്ങളുടെ വേതന നിരക്കുകൾ വലിയ തോതിൽ ഉയർത്തേണ്ടി വരും. എന്നാൽ കേരളം ഉൾപ്പെടെ നിലവിൽ ഉയർന്ന മിനിമം വേതനമുള്ള സംസ്ഥാനങ്ങളിൽ ഉടനടി മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. രാജ്യവ്യാപകമായി ഒരേപോലെയുള്ള ശമ്പള വർധനവ് ഇത് ഉറപ്പാക്കുന്നില്ലെങ്കിലും ഇതുവരെ വെറും ഒരു ഉപദേശമായി മാത്രം നിലനിന്നിരുന്ന വേതന പരിധി ഇനി മുതൽ ഇന്ത്യയിലുടനീളം കർശനമായി പാലിക്കേണ്ട ശക്തമായ നിയമമായി മാറുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്കായി പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അരിയുടെ ഗുണനിലവാരം ഉയർത്താൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ നല്ല അരി വിപണിയിലെത്തും. പച്ചരിയിലെ നുറുങ്ങിന്റെ അളവ് 25% നിന്നും 10%, പുഴുക്കലരിയിൽ ഇത് 16% നിന്നും 6% കുറച്ചാണ് ഗുണനിലവാരം ഉറപ്പാക്കുന്നത്. എന്നാൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കാരണം കേരളത്തിനുള്ള മണ്ണെണ്ണ വിഹിതം കേന്ദ്രം വെട്ടിക്കുറച്ചിട്ടുമുണ്ട്. ഇനി മുതൽ മഞ്ഞ കാർഡുകാർക്ക് 1 ലിറ്ററും മറ്റ് കാർഡുകാർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയുമായിരിക്കും ലഭിക്കുക. മറ്റൊരു പ്രധാന മാറ്റം നീല വെള്ള കാർഡുകളിൽപ്പെട്ട അർഹരായ ആളുകൾക്ക് BPL കാർഡിലേക്ക് മാറാൻ ജൂലൈ 17 വെള്ളിയാഴ്ച വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാമെന്നതാണ്. സർക്കാർ ജീവനക്കാർ, ആദായ നികുതി ഒടുക്കുന്നവർ, 25,000 രൂപയ്ക്ക് മുകളിൽ പ്രതിമാസ വരുമാനമുള്ളവർ, സ്വന്തമായി കാറോ 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടോ ഉള്ളവർ എന്നിവർക്ക് ഇതിന് അർഹതയുണ്ടായിരിക്കില്ല. കൂടാതെ ട്രോളിംഗ് നിരോധനം പ്രമാണിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ മാസം സൗജന്യ റേഷൻ അനുവദിച്ചിട്ടുണ്ട്. ജൂലൈ മാസത്തെ റേഷൻ വിഹിതത്തിൽ മഞ്ഞ, പിങ്ക് കാർഡുകാർക്ക് മാറ്റമില്ലെങ്കിലും നീലക്കാർഡുകാർക്ക് സാധാരണ അരിക്ക് പുറമെ 3 കിലോ ഗോതമ്പും 4 കിലോ ആട്ടയും ലഭിക്കും. വെള്ളക്കാർഡുകാർക്ക് ഗോതമ്പ് ഉണ്ടായിരിക്കില്ലെങ്കിലും പകരം 4 കിലോ അരിയും 4 കിലോ ആട്ടയും ലഭിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച് സംസ്ഥാനത്ത് നിരവധി ഗുണഭോക്താക്കൾ കാത്തിരിക്കുകയാണ്. നിലവിലുള്ള വിവരങ്ങൾ പ്രകാരം ജൂലൈ 21 സർക്കാരിന്റെ കടമെടുപ്പ് നടപടികൾ പൂർത്തിയായതിനു ശേഷം പെൻഷൻ വിതരണം ആരംഭിക്കാനാണ് തീരുമാനം. ബാങ്ക് അക്കൗണ്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ജൂലൈ 23, 24, 25 തീയതികളിൽ പെൻഷൻ തുക നേരിട്ട് നിക്ഷേപിക്കുമെന്നാണ് അറിയുന്നത്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ജൂലൈ 26, 27 തീയതികളിൽ തുക നേരിട്ട് കൈകളിൽ കൈമാറുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. അർഹരായ എല്ലാ ഗുണഭോക്താക്കളും അടുത്ത മാസം 3 മുതൽ 5 വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ പെൻഷൻ തുക പൂർണ്ണമായും ലഭിക്കുക എന്നതാണ് ലക്ഷ്യം. അതേസമയം മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി പുതിയ നിർദ്ദേശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിനാൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രായമായവർ മസ്റ്ററിംഗ് ആവശ്യത്തിനായി അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ മറ്റു ഓൺലൈൻ സേവന സ്ഥാപനങ്ങളിലേക്കോ പോകേണ്ടതില്ല. മസ്റ്ററിംഗ് തീയതി നീട്ടുന്നതോ മറ്റിളവുകൾ നൽകുന്നതോ സംബന്ധിച്ച തീരുമാനം സർക്കാർ പിന്നീട് അറിയിച്ചേക്കാം. ഔദ്യോഗിക അറിയിപ്പ് പുറത്തു വരുന്നതുവരെ അനാവശ്യ യാത്രകളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുന്നതാണ് നല്ലത്. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ നിരവധി വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. 2 മാസത്തെ പെൻഷൻ തുകയായ 4,000 രൂപ ഒരുമിച്ച് ലഭിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾക്ക് നിലവിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 1 മാസത്തെ ഗഡുവായ 2,000 രൂപ മാത്രമായിരിക്കും വിതരണം ചെയ്യുകയെന്നാണ് ലഭിക്കുന്ന വിവരം. ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുമോ, പ്രത്യേക അലവൻസ് അനുവദിക്കുമോ, കുടിശ്ശിക തുക വിതരണം ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളിലും ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾക്ക് ശേഷമേ ഇക്കാര്യങ്ങളിൽ വ്യക്തമായ വിവരം ലഭിക്കൂ. അതിനാൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വിശ്വസിക്കാതിരിക്കുകയും മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാതിരിക്കുകയും വേണം. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ തുടർച്ചയായ ഇടിവ് രേഖപ്പെടുത്തുന്നു. ഇന്ന് തിങ്കളാഴ്ച 13-ാം തീയതി സ്വർണ്ണവിലയിൽ വീണ്ടും ഗണ്യമായ കുറവുണ്ടായി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 130 രൂപ കുറഞ്ഞ് 13,100 രൂപയും പവന് 1,04,800 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.